കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ വേദയുടെ വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അച്ഛന്റെ പിറന്നാൾ ആഘോഷത്തിന് വേദ ആകെപ്പാടെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. കാരണം എല്ലാവരും ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണ സമയത്ത് വേദയുടെ കൈ മാത്രം ഒന്നുമില്ല. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും വർഷം വന്നിട്ട് ചോദിച്ചു, എന്താ വേദ, നീ ഗിഫ്റ്റ് ഒന്നും കൊടുക്കാത്തോണ്ടാണോ നിന്റെ മുഖം വല്ലാതിരിക്കണമെന്ന് ചോദിക്കുകയാണ്. ഈ സമയം വേദയൊന്നും മിണ്ടിയില്ല. പെട്ടെന്ന് ശങ്കരൻ പറഞ്ഞു, അതെ, എനിക്കൊന്നും മോളൊന്നും തന്നില്ലേലും കുഴപ്പമില്ല, മോൾ ഇങ്ങോട്ട് തിരികെ വന്നല്ലോ, അതാ എന്റെ ഏറ്റവും വലിയ ഗിഫ്റ്റ്. ഇതിൽ കൂടുതൽ ഗിഫ്റ്റ് ഈ അച്ഛൻ ഇനി കിട്ടാനില്ലെന്ന് പറയണം. ഇത് കേട്ടതും പത്മ പറഞ്ഞു, അത് ശരിയാന്ന് പറയണം. മുത്തശ്ശി പറഞ്ഞു, വേദമോളുടെ മുഖം എന്താ തെളിഞ്ഞില്ലോ എന്ന് പറയാണ്. ഇത് കേട്ടതും വേദ നേരെ ശങ്കരനാരായണന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. എന്നിട്ട് പറഞ്ഞു, അച്ഛാ, എനിക്ക് അച്ഛനോട് ഒരു കാര്യം പറയാനുണ്ടെന്ന് പറയാം. എന്താ മോളെ, മോൾക്ക് എന്നോട് എന്താ പറയാനുള്ളതെന്ന് ചോദിക്കുക. എന്ത് കാര്യമാണെങ്കിലും മോൾക്ക് എന്നോട് തുറന്നു പറയാലോ എന്ന് പറയാണ്. ഇത് കേട്ടും വേദ പറഞ്ഞു, അതെ, ഞാൻ ഇങ്ങോട്ട് വന്നു, പക്ഷേങ്കിൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ വിക്രമുണ്ട്. എൻ്റെ കഴുത്തിൽ താലി ആർത്തിയ ആളാ. അത് മാത്രമല്ല, ഞാൻ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിക്രം ഏത് നിമിഷം വന്ന് വിളിച്ചാലും ഞാൻ ആ കൂടെ തിരികെ ചെല്ലുമെന്ന്. വിക്രം വന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് പോണോ അച്ഛാ, വിക്രത്തിന്റെ കൂടെ അല്ലാതെ എനിക്ക് എന്റെ ജീവിതത്തിൽ വേറൊരു പുരുഷൻ ഉണ്ടാവത്തില്ലെന്ന് പറയാണ്. ഇത് കേട്ട് ശങ്കരനാരായണൻ പറഞ്ഞു, മോളെ നീ എന്തൊക്കെയാ പറയണെന്ന് ചോദിക്കുക. ഞാൻ ശരിയാ അച്ഛാ പറയണേ, അച്ഛന്റെ പഴയ വേദയല്ലിത്, അറിയാലോ. ഞാൻ ആ വിക്രത്തിന്റെ കൂടെ പോയപ്പോൾ അതേ മനസ്ഥിതി തന്നെ ഇപ്പോഴും എനിക്ക് ഒരു മാറ്റവും വന്നിട്ടില്ലെന്ന് പറയാണ്. ഇത് കേട്ടപ്പം വർഷ വന്നിട്ട് പറഞ്ഞു, ഇതേ ഇവൾക്ക് മുഴു ഭ്രാന്ത, അല്ലാതെ പിന്നെ അവന് വേണ്ടാന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ കൊണ്ടുവന്ന് വിട്ടിട്ട് പോയതാ. നിനക്കും അവിടെ നിൽക്കാൻ താല്പര്യം ഇല്ലായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ ഇനിയിപ്പൊ അവൻ നിന്നെ വന്ന് വിളിക്കൂന്ന് കരുതിയിട്ടാണോ നീ നിക്കണേന്ന് ചോദിക്കുക. ഇത് കേട്ടിഞ്ഞപ്പോ വേദ പറഞ്ഞു, അതേ ഏട്ടത്തേക്ക് പറയാം, പക്ഷേ എങ്കില് എനിക്ക് വിക്രം വന്ന് വിളിച്ചാൽ പോയേ മതിയാവുള്ളൂ എന്ന് പറയാണ്. പത്മ എന്നിട്ട് പറഞ്ഞു, വേണോ മോളെ, നിനക്ക് നല്ലൊരു ജീവിതം നിന്നെ കാത്തിവിടെ ഇരിക്കുന്നുണ്ട്. ഈ സമയം വർഷ പറഞ്ഞു, അതെ, ദർശനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ട്, അവൻ ഇങ്ങോട്ട് വരും. അവന് നീ ഒന്ന് സംസാരിക്കുക. നീ ഒന്ന് സംസാരിച്ച് കഴിയുമ്പം നീ വിക്രത്തിനെ മറക്കും. നിനക്ക് അവനോടൊപ്പം നല്ലൊരു ജീവിതമുണ്ട്. നിനക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുന്നവന്റെ ദർശൻ. വെറുതെ എന്തിനാ നീ നല്ലൊരു ജീവിതം കൊണ്ട് കളഞ്ഞു കുടിക്കുന്ന വേദേ, പറയുന്നൊന്നും മനസ്സിലാക്കാൻ പറയാ വർഷ. ഇത് കേട്ടതും ശ്രീകാന്ത് പറഞ്ഞു, ഇവളോട് പറഞ്ഞിട്ട് ഒരു കാര്യമുണ്ടെന്ന് തോന്നില്ല. അല്ലെങ്കിൽ ഇവൾക്ക് ഇത്രയെങ്കിലും ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ ഇവൾ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? ഒരു കാരണവശാലും ചെയ്യത്തില്ല. ഒരു നിമിഷത്തെ ഒരു അവിവേകത്തിന്റെ പേരിൽ അവൻ താലി കെട്ടി നിന്റെ കഴുത്തില്, പക്ഷേങ്കില് അത് വലിച്ചു പൊട്ടിച്ചെറിഞ്ഞിട്ട് നീ ഇങ്ങോട്ട് വരേണ്ടതല്ലായിരുന്നു. അതിന് പകരം നീ എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയത് വേദേ. നീ കാരണം ഇവിടെ അച്ഛനും ഞാനും ഒക്കെ എല്ലാവരുടെ മുന്നിൽ തലകുണിക്കേണ്ട ഒരു അവസ്ഥയാ വന്നിരിക്കുന്നത്. അതിന്റെ കാരണക്കാരൻ നീയാ. ഇനിയെങ്കിലും നിനക്ക് ഇവിടെ നിന്നുകൂടെന്ന് ചോദിക്കുക. ഇനി സമയമുണ്ട്, സമയം ഒട്ടും വൈകിട്ടില്ല എന്ന് പറയാണ്. വേദ പറഞ്ഞു, വേണ്ട, എന്നെ നിർബന്ധിക്കണ്ട. ഒരിക്കലും എനിക്കൊരു മനമാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഭഗവാന്റെ സന്നിധി വെച്ചാണ് എന്റെ കഴുത്തില് വിക്രം താലി ആർത്തിരിക്കുന്നത്. അതും അങ്ങനെ ഒരു മുഹൂർത്തത്തിലാ താലി ആർത്തിരിക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും ഞാൻ വേറെ ആളുടെ ഭാര്യയാവാനായിട്ട് തീരുമാനിച്ചിട്ടില്ല. എന്റെ കഴുത്തിൽ താലി ആർത്തിയ ആളുടെ ഭാര്യയായിട്ട് തന്നെ എനിക്ക് ജീവിച്ചു മരിക്കാനും ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് വേദ അങ്ങോട്ടേക്ക് കയറി പോവാണ്. ആ സമയം ശ്രീകാന്ത് വന്നിട്ട് ശങ്കരനാരായണോട് പറഞ്ഞു, കേട്ടില്ലേ, ദേ അച്ഛനൊരു കാര്യം ചെയ്യുക, ഒരു കാരണവശാലും അവളെ ഇനി ഇവിടുന്ന് വിടല്. അവളെ ഇവിടെ തന്നെ തുടരാനായിട്ട് അനുവദിക്കണം. എന്തേലും കാരണം പറഞ്ഞ് അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ നോക്ക്. ഇനി അവൻ വന്ന് വിളിക്കാൻ നോക്കണം എന്ന് പറയാം. അവൻ വന്ന് വിളിച്ചാലേ അവള് പോകത്തുള്ളൂ, ഇല്ലെങ്കിൽ പോകത്തില്ലോ എന്ന് പറയാണ്. പിന്നീട് കുറെ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ദർശൻ അങ്ങോട്ട് വരുവാണ്. അപ്പം ബർത്ത്ഡേ പ്രമാണിച്ച് ദർശനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദർശൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് മുത്തശ്ശി വന്നിട്ട് പറഞ്ഞു, അതെ, ദർശൻ വന്നിട്ടുണ്ടെന്ന് പറയണം. ഇത് കേട്ടോ എന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ടൊക്കെ തോന്നി വേദയ്ക്ക്. കാരണം പാവം ദർശൻ തനിക്ക് വേണ്ടി ഇപ്പോഴും കാത്തിരിക്കുവാണ്. പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, തന്റെ കഴുത്തിൽ വിക്രം താലി ആർത്തിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ താനും ദർശനും തമ്മിലുള്ള വിവാഹം നടന്നേനും. പിന്നീട് വേദ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ ദർശനോടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് വേദയോട് സംസാരിക്കുകയാണ്. വേദയുടെ സുഖമാണെന്ന് ചോദിക്കുക. ഇത് കേട്ടതും വേദ പറഞ്ഞു അതേന്നൊക്കെ പറയാണ്. പിന്നീട് ദർശനോട് പറഞ്ഞു, ദർശൻ, എനിക്കൊരു അപേക്ഷയുണ്ട്. ദർശൻ എത്രയും പെട്ടെന്ന് വിവാഹിതനാണ്, ഇനി എന്നെ കാത്തിരിക്കേണ്ട കാര്യമില്ലെന്ന് പറയാം. ഇത് കേട്ടൻ ദർശൻ പറഞ്ഞു, അല്ല, അത് പിന്നെ വേണ്ട, ഞാൻ പറയുന്നോട് തോന്നരുത്. ഇപ്പോഴും ഞാൻ വിക്രത്തിന്റെ ഭാര്യ തന്നെയാ. ഈ താലി എന്റെ കഴുത്തിൽ കിടക്കുന്ന കണ്ടില്ലേ, ഇതെന്റെ കഴുത്തിൽ കിടക്കുന്നിടത്തോളം കാലം ഞാൻ വിക്രത്തിന്റെ ഭാര്യ ആയിരിക്കും. അത് മാത്രമല്ല, ദർശൻ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല, ഞാൻ അങ്ങോട്ട് തിരികെ വന്നിരിക്കുന്ന ഒരു കണ്ടീഷന്റെ പേരില. വിക്രം വന്ന് വിളിച്ച തിരികെ പോവാനായിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. എനിക്ക് തിരികെ പോവാതിരിക്കാൻ പറ്റില്ല. ആ വരവിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുവോ ദർശൻ, എന്നെ പ്രതീക്ഷിച്ചിന് കാലം കഴിച്ച് കൂട്ടലെന്ന് പറയാ. ദർശൻ പറഞ്ഞ, അല്ല അത് പിന്നെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേനും വേദ പറഞ്ഞു, വേണ്ട, ഇനി കൂടുതലൊന്നും പറയണ്ടെന്ന് പറയണം. ദർശന് കാര്യങ്ങൾ മനസ്സിലാവും. വേദനെ മനസ്സിലാക്കാനും ദർശന് പറ്റുന്നുണ്ടായിരുന്നു. ഈ സമയം വിക്രം എന്ത് ചെയ്യുവാണ്, വിക്രം വീട്ടില് ഫയല് നോക്കുകയാണ്. കാരണം ശ്രീനിവാസാറിന്റെ ഒരു ഫയല് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു.
പട്ടയം വേണ്ടവരുടെ എല്ലാ സൈനും കാര്യങ്ങളും എല്ലാം മേടിച്ചിട്ടുണ്ട്. അത്തേലാണ് രേഖകളെല്ലാം, എല്ലാ വിവരങ്ങളും എല്ലാം അത്തേലാണ് ഇരിക്കുന്നത്. പിന്നീട് രാവിലെ ഭയങ്കര സന്തോഷത്തോട്ട് പോയി ഫയൽ എടുക്കാൻ ചെല്ലുവാണ്. കാരണം ഇന്നാണ് ആ വലിയ പട്ടയമേള നടക്കുന്നത്. ആ സമയത്ത് കൊണ്ടുപോയി കൊടുക്കേണ്ട ഫയലാണ്. അവളെയും കുട്ടിക്കൊണ്ട് ചെല്ലണമെന്നോ പറഞ്ഞിരിക്കുന്നത്. വേദനെ എങ്ങനെ വേദനെ കുട്ടിക്കൊണ്ട് ചെല്ലാനാ? വേദ ഇല്ലല്ലോ. അത് കുഴപ്പമില്ല, ശ്രീനിവാസാന്നാണ് എന്തേലും കൂടെ പറഞ്ഞ് തടി തപ്പ എന്നൊക്കെ കരുതിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ട് ഫയല് നോക്കണം. ഫയല് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അലമാരിക്കകത്ത് ഫയല് കാണാനില്ലേ. താനിത് ഇവിടെയാണല്ലോ വെച്ചേ, പിന്നെ ഇത് എങ്ങോട്ട് പോയി എന്ന് കരുതിയിട്ട് അവിടെ എല്ലാം നോക്കണം. ഒരു രക്ഷയില്ല, അവിടെ എങ്ങും കണ്ടില്ല. ആകെപ്പാടെ വെപ്രാളമായി പോയി. പിന്നെ അവിടെയെല്ലാം അരിച്ചു പെറുക്കി. അപ്പോഴേക്കും കമല അങ്ങോട്ട് വന്നു. എന്താടാ എന്ന് ചോദിക്കണം. അമ്മ ഇങ്ങോട്ട് വരാൻ പറയാണ്. കാര്യം പറ അമ്മ. ഞാനിവിടെ ഒരു ഫയൽ വെച്ചായിരുന്നു, അത് കണ്ടില്ലെന്ന് പറയണം. എടാ നീ അത് അവിടെ എവിടെയെങ്കിലും നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണുമെന്ന് പറയാ. ഇല്ലമ്മേ, ഞാൻ ഇവിടെ എല്ലാം നോക്കിന്ന് പറയും. പിന്നെ അത് ആരെടുത്തോണ്ട് പോകാനാന്ന് ചോദിക്കാം. അപ്പോഴേക്ക് ശ്രീജ അങ്ങോട്ട് വന്നു. ശ്രീജയോടും ചോദിച്ചു. ശ്രീജ കണ്ടിട്ടില്ല. പിന്നീട് നന്ദിനി വരുവാണ്. നന്ദിനിയോട് ചോദിച്ചു ഫയല്. നന്ദിനി പറഞ്ഞു ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയാണ്. അങ്ങനെ അവിടെ എല്ലാം അരിച്ചു പൊറുക്കിയിട്ട് അവിടെ എങ്ങും കണ്ടില്ല. ഇനിയിപ്പോ ഇത് എവിടെയായിരിക്കും? ഇനിയിപ്പോ വേറെ ആരെങ്കിലും എടുത്തോണ്ട് പോയോ? ആരെടുത്തോണ്ട് പോകാനായിട്ടാ? ആരും ഇപ്പൊ എടുത്തോണ്ട് പോകാൻ പോകുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഇത് എവിടെ പോയി എങ്ങനെ പോയെന്ന് ഒരു ഐഡിയയും കിട്ടിയില്ല. അവിടെ എല്ലാം അരിച്ചു പെറുക്കി തപ്പുന്നുണ്ട്. പിന്നീട് വിക്രം എന്ത് ചെയ്യണം, നേരെ ഇനിയിപ്പം അവരുടെ മുറിയില്, നന്ദിനിയുടെയൊക്കെ മുറിയിലെങ്ങാനും ഉണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടുത്തെ അലമാരിയൊക്കെ പോയി നോക്കുവാണ്. അങ്ങനെ അലമാരി തുറന്നു കഴിയുമ്പോൾ കുറെ പേപ്പേഴ്സും കാര്യങ്ങളും ഇരിക്കുന്നു. ആ പേപ്പറുകളും എടുത്തു കഴിഞ്ഞപ്പോഴത്തേന് അതിനകത്ത് 500 നോട്ടുകെട്ടുകൾ തന്നെ താഴേക്ക് വീഴുവാണ്. അത് വിനായകൻ കൊണ്ടുപോയി വെച്ച പൈസയായിരുന്നു. ഇങ്ങനെ സ്വരൂപിച്ച് വെച്ച പൈസയായിരുന്നു. കാരണം വീട്ടിലേക്ക് പോലും 5 രൂപ കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച പൈസ. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഒരു നിമിഷം വിക്രത്തിന്റെ കണ്ണ് തള്ളിപ്പോയി. ഇത്രയും പൈസ കയ്യിലിരുന്നിട്ടാണ് അച്ഛനാണെങ്കിൽ എണ്ണിച്ചുട്ട അപ്പം പോലെ മാസം മാസം കൃത്യം ഇത് പൈസ മാത്രം കൊടുക്കുന്നത്. കൂടുതൽ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഇല്ല ഇല്ല എന്നുള്ള കണക്ക് മാത്രമേ പറയാനുള്ളൂ. വിക്രത്തിന് പക്ഷെ അത് നോക്കിക്കൊണ്ടിരിക്കാനുള്ള സമയമൊന്നും ഇല്ലായിരുന്നു. വിക്രം തിരികെ വന്നിട്ട് കമലയോട് പറഞ്ഞു. അതെ, അവൾ എന്തേലും പറഞ്ഞായിരുന്നു ചോദിക്കുക വേദ. ഇല്ല മോനെ, എന്താ കാര്യം? അങ്ങനെ അവള് തന്നെ ആയിരിക്കും എന്ന് കരുതിയിട്ട് വിക്രം മുറിയിലേക്ക് ചെല്ലുവാണ്. മുറിയിൽ ചെന്നിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഇനി വിളിച്ചാൽ അവൾ എന്തായിരിക്കും മറുപടി പറയണേ? ആകെപ്പാടി ഒരു ടെൻഷൻ മനസ്സിലേക്ക് വന്നു. പിന്നീട് വിക്രം രണ്ടും കളിപ്പിച്ച് വേദനെ വിളിക്കുകയാണ്. വേദന വിളിച്ചു കഴിഞ്ഞപ്പോഴത്തേനും വേദനിച്ച് ഹലോ നീ പറയാണ്. അപ്പം വിക്രത്തിന് എന്ത് പറയണം നടത്തില്ല. ആരാന്ന് ചോദിക്കുമ്പോഴത്തേനും വേദയൊന്നും ആരാന്ന് ചോദിച്ചപ്പോഴത്തേനും വിക്രം ഒന്നും മിണ്ടിയില്ല. ഹലോ സാർ, എന്താ പറ, നിങ്ങൾ എന്തിനാ എന്നെ വിളിച്ചെന്ന് ചോദിക്കണം. വിക്രത്തിന്റെ സൗണ്ട് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും വേദയ്ക്ക് മനസ്സിലായി. വേദ ഒന്ന് കളിയാക്കി ചോദിച്ചാണ്. വേദയ്ക്ക് അറിയാം തന്നെ വിളിക്കൂ എന്നുള്ള കാര്യം. വേദ ഫയല് നേരത്തെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം പട്ടയമേളയ്ക്ക് മുമ്പ് തന്നെ വിളിക്കും. കാരണം ആ ഫയല് കിട്ടാതിരിക്കാൻ പറ്റില്ല, തന്നെ വിളിക്കാൻ വരുമെന്ന്. അതാണ് വേദ ഉറപ്പിച്ച് പറയണേ. താൻ വിക്രത്തിൻ്റെ കൂടെ പോകുന്നു. വേദയുടെ തന്ത്രമൊന്നും ഈ പറയുന്ന വിക്രത്തിന് അറിയില്ലായിരുന്നു. അതാണ് വിക്രം വലിയ ആളും കളിച്ച് വേദനെ വീട്ടിൽ കൊണ്ടേ വിട്ടിട്ട് പോയത് തന്നെ. പിന്നീട് സാർ എന്താ ഒന്നും മിണ്ടാത്തെന്ന് ചോദിക്കും. എടി നിനക്ക് എന്നെ മനസ്സിലായെന്ന് എനിക്കറിയാം, സത്യം പറ, നീ ആ ഫയൽ എവിടെയാ കൊണ്ടേ വെച്ചെന്ന് ചോദിക്കും. അയ്യോ സാറേ, ആരാ എന്താ എനിക്കൊന്നും മനസ്സിലാവുന്ന? ഫയലോ? ഏത് ഫയലെന്ന് പറയാം? നിനക്ക് എന്നെ മനസ്സിലായില്ലേ? ആരാ? എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാം. ഞാൻ വിക്രം. ഓ, ഏത് വിക്രം? അല്ല അത് പിന്നെ ഞാൻ വേദയ്ക്ക് പറയിപ്പിക്കണായിരുന്നു. ഞാൻ നിന്റെ കഴുത്ത് താലി കെട്ടിയവനാന്ന്. അവസാനം വിക്രത്തിന് അത് പറയേണ്ടി വന്നു. ഓ, ആ വിക്രം ഇപ്പോഴെനിക്ക് മനസ്സിലായെന്ന് പറയാണ്. അല്ല എന്താ വിക്രം, എന്താ കാര്യം ചോദിക്കുകയാണ്. ഈ സമയം ദർശൻ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ദർശനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേദയുടെ ഫോണിലേക്ക് ആ കോള് വന്നത്. പിന്നീട് വിക്രം പറഞ്ഞു എനിക്ക് ആ ഫയല് വേണമെന്ന് പറയും. ഏത് ഫയലിന്റെ കാര്യം പറയണേ? എടി ഞാൻ അലമാരിക്ക് ഇതൊരു ഫയല് വെച്ചിട്ടുണ്ടായിരുന്നു, ആ പട്ടയമേളയുടെ. ഇന്നാണ് അതിന്റെ അത് കൃത്യസമയത്ത് തന്നെ അവിടെ ചെല്ലണമെന്ന് പറയണം. ഓ, ആ ഫയലിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? ഞാൻ ആ കാര്യം കൂടെ മറന്നു പോയിരുന്നു കേട്ടോ. സത്യം പറ, ആ ഫയൽ എവിടെയാ വെച്ചെന്ന് പറയണം. ഇത് കേട്ടതും വേദ പറഞ്ഞൊരു കാര്യം ചെയ്യാം, ഫയൽ വേണമെങ്കിൽ എൻ്റെ അടുത്തേക്ക് വാ എന്ന് പറയണം. നിന്റെ അടുത്ത് വരാനാ? അതെ, ഞാൻ പറയുന്ന പോലെ അനുസരിക്കുവാണെങ്കിൽ ഫയൽ തരാം, ഇല്ലെങ്കിൽ ഫയൽ തരത്തില്ലെന്ന് പറയാം. എടി നിന്നെ ഞാനെന്ന് പറയണം. വേണ്ട, ഫോണിൽ കൂടെ കിടന്ന് ചീറണ്ട, നേരിട്ട് വാ, നമുക്ക് സംസാരിക്കാം. സംസാരിച്ചൊരു തീരുമാനത്തിലെത്തിയതിന് ശേഷം ഫയൽ തരണോ വേണ്ടയോന്ന് ഞാൻ ആലോചിക്കാന്ന് പറയാം. പെട്ടുപോയി വിക്രം. എന്ത് ചെയ്യാനാ? അവൾ 8 നില തന്നെ പൂട്ടിയെന്ന് മനസ്സിലായി. അവസാനം വിക്രം എന്ത് ചെയ്യാ, ഫോൺ കട്ട് ചെയ്തിട്ട് നേരെ ബൈക്ക് കൊടുത്തോണ്ട് പോവാണ്. നേരെ ചെല്ലുന്ന വേദനെ കാണാനായിട്ടാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ വേദ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. വേദ സത്യം പറ, ആ ഫയൽ എന്തെന്ന് ചോദിക്കാം. വേദ പറഞ്ഞു ഫയലിന് വേണ്ടി ഇത്ര ആക്രാന്തം കാണിക്കാതെ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇങ്ങോട്ട് പോന്നിട്ടുണ്ടെങ്കിൽ വിക്രം തിരികെ വിളിച്ച് ഞാൻ അങ്ങോട്ട് വരുമെന്ന്. പക്ഷെ അത് ആ കുടുംബത്തിന് മരുമകളായിട്ടായിരിക്കും വരാൻ പോണേന്ന്. ഇത് കേട്ടൻ വിക്രം പറഞ്ഞു അതും ഇതും തമ്മിൽ എന്താ ബന്ധമുള്ള? നീ ആ ഫയലും കൂടെ തരാൻ പറയാണ്. ഫയല് തരാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ട്. വിക്രം എന്നെ തിരികെ വിളിച്ചോണ്ട് പോകണം. അതും വെറുതെ അല്ല, ഭാര്യയായിട്ട് അംഗീകരിച്ച് എന്നെ കൂട്ടിക്കൊണ്ട് പോകണമെന്ന് പറയാം. വിക്രം പെട്ടു. എന്ത് ചെയ്യണമെന്ന് വിക്രത്തിനെത്തില്ല. എടി അപ്പൊ നീ മാക്സിമം വിനിയോഗിക്കുവല്ലേന്ന് ചോദിക്കുകയാണ്.
അതെ, വിനിയോഗിക്കുക തന്നെയാ. ഒന്നും കാണാതെ ഈ വേദം ഒന്നും ചെയ്യത്തില്ലെന്ന് അറിയത്തില്ലേ? പിന്നെ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? ഞാൻ വെറുതെ അവിടെ ഇങ്ങോട്ട് ഇറങ്ങി പോരുന്നോ? അങ്ങനെ ഇറങ്ങി പോരാൻ തക്ക മണ്ടിയൊന്നുമല്ല ഞാനെന്ന് പറയാണ്. നിങ്ങൾ എന്റെ കഴുത്തിൽ താലി ചാർത്തിയിട്ടുണ്ടെങ്കിൽ വിക്രം നിങ്ങളുടെ കൂടെ ആയിരിക്കും ഞാൻ ജീവിക്കത്തുള്ളൂ എന്ന് പറയാണ്. വിക്രം എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, അത് ആകെപ്പാടെ പെട്ടു നിൽക്കുകയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത്. അവസാനം വേദയുടെ കാല് പിടിക്കും, കാല് പിടിച്ചിട്ട് ഞാൻ സമ്മതിക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.